ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന വിധത്തിൽ ഒരു പഴംപൊരി എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ പറയാം. ഞാനിവിടെ 2 പഴം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 പഴം ഞാൻ 6 പീസായിട്ടാണ് കട്ട് ചെയ്തതിന്. കുറച്ചൊരളവിൽ തിക്കിൽ തന്നെ ഒരു കട്ടിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് തിൻ സ്ലൈസസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്കത് പഴംപൊരി ആക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഞാൻ ഇവിടെ 250 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വീറ്റ് കൂടി എടുക്കാം, വീറ്റ് പൗഡർ എടുക്കാം, ആട്ടിയെടുക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ നോർമലായിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് പഴംപൊരി ചെയ്യുക. ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ നിങ്ങൾ ബാലൻസ് ചെയ്യുക. പക്ഷേങ്കിൽ ഒരുപാട് കൂടുതൽ ഷുഗർ എടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ പഴംപൊരിയിൽ നോർമലായിട്ട് വളരെ മൈൽഡായിട്ടൊരു സ്വീറ്റാണ് ഉണ്ടാവുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഒരുപാട് സ്വീറ്റായിട്ട് ഇല്ല പഴംപൊരി ആയിരിക്കില്ല, മൈൽഡായിട്ടുള്ള ടേസ്റ്റ് ഒരു സ്വീറ്റ് ആയിരിക്കും അതിനുണ്ടാവുക. അതുകൂടാണ്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ നിങ്ങൾ ചേർക്കണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അതിന് പകരം നിങ്ങൾ മാവ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഒരു 2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും, നല്ല ടെക്സ്ചറിൽ കിട്ടും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊങ്ങി വരുമല്ലോ, അല്ല അങ്ങനെ സോഫ്റ്റ് ഉണ്ടാവില്ല, ഒരു ഫ്ലാറ്റ് ആയിട്ടില്ല മാതിരി ഉണ്ടാവും പഴംപൊരി ഉണ്ടാക്കിയെടുത്താൽ. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കായ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് ഏലക്കായ് പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല അതിനെക്കൊണ്ട്. പക്ഷേ നോർമലായിട്ട് ഏലക്കായ് പൗഡർ ചേർക്കാണ്ട് ഇതിൽ കുറച്ചൊരു പിഞ്ച് ഉപ്പ് ചേർക്കണം. അതുമാതിരി വെള്ളം, പിന്നെ ഒരു ഫുഡ് കളർ ചേർക്കാം. കുറച്ചൊരു യെല്ലോ കളർ ചേർത്താൽ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കളർ കിട്ടും, നല്ല കാണാൻ നല്ലതായിട്ടുണ്ടാവും. അതും നിർബന്ധമില്ല, നിങ്ങൾ അത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അതത്ര നല്ലതല്ല ഫുഡ് കളർ ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഫുഡ് കളറിന് പകരം ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കലുണ്ട്. പക്ഷേ ഞാൻ അതിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു മഞ്ഞളുടെ ഒരു ഫ്ലേവർ വരുമ്പോൾ നമ്മൾ പഴംപൊരീൻ്റെ ഒരു ഫ്ലേവറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത്ര എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല ഇപ്പോഴും. ഫസ്റ്റ് നമുക്കിത് മാവ് എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചൊരു വൈഡായിട്ടുള്ള പാത്രം എടുത്തിന്, കുറച്ചൊരു കുഴിവായിട്ട് കുറച്ച് നല്ല വൈഡായിട്ടുള്ള മാതിരിയ പാത്രം എടുത്തിന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഴം ഇതിൽ മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പഴം ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനെല്ലാം കുറച്ച് ഈസി ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് മൈദ എടുത്തിന്, അതുമാതിരി തന്നെ ഞാനിവിടെ 1 കപ്പ് തന്നെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, 2.5 ടേബിൾ സ്പൂൺ ഷുഗർ, അതുമാതിരി ബേക്കിംഗ് സോഡ, ഏലക്കായ് പൗഡർ, കുറച്ച് ഫുഡ് കളർ. വളരെ ഓപ്ഷണലാണ്, നിങ്ങളിത് ചേർക്കണം നിർബന്ധമില്ല. യെല്ലോ കളറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല അതിനെക്കൊണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ ഷുഗറെല്ലാം നന്നായിട്ട് ഡിസോൾവ് ആവണം, അപ്പോഴേ അത് നന്നായിട്ട് മൈദ ചേർക്കുമ്പോഴേ മിക്സ് ആവുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഷുഗറെല്ലാം മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഏലക്കായ് പൗഡറാണ് ഉള്ളത്, അതിനെക്കൊണ്ട് കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ചായിട്ട് മൈദ ചേർക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇതിൻ്റെ പകുതി ഭാഗം ചേർക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി മൈദ കൂടെ ചേർക്കാം. ഇവിടെ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അളവ് ഞാൻ കാണിക്കാം, ഇത് സ്പൂണിൽ കാണിച്ചു തരാം. ഏകദേശം നിങ്ങൾ കണ്ടാൽ മനസ്സിലായി. ഇത് ദോശമാവ് നമ്മൾ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസ്, അതുമാതിരിയാണ് ഇതിൻ്റെ ഒരു അളവ് ഉണ്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇത് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എത്ര കട്ടിയായിട്ട് എടുക്കുന്ന അത്ര കുറവ് മാത്രമേ അതിൽ എണ്ണ കുടിക്കുള്ളൂ. പക്ഷേ കൂടുതൽ കട്ടിയാക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരില്ല, നന്നായിട്ട് അതൊരു പൊങ്ങി വരില്ല. അപ്പോൾ അതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇവിടെ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതെങ്ങനെ ഡിപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ അത് പഴംപൊരി അതിലിടുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടണം. അതിനുശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് മാവിലേക്ക് നമ്മൾ 1 പീസ് ബനാന ഇത് സ്ലൈസ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കവറാകുന്ന വിധത്തിൽ തന്നെ എടുക്കണം.
അതിനുശേഷം അതിൻ്റെ ഒരു സൈഡിൽ മാത്രം പിടിച്ചിട്ട് ഒരു സൈഡ് മാത്രം പിടിച്ചിട്ട് ഒന്ന് മേലേക്ക് തൂക്കിയെടുത്തിട്ട് സൈഡ് ഇവിടെ ഇതിൻ്റെ എഡ്ജിൽ ഇതാക്കിയിട്ട് ഇതിട്ട് കൊടുക്കണം. ഇതൊന്ന് പൊങ്ങി വരുമ്പം തന്നെ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇവിടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയം മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. നമ്മൾ 2 പഴംപൊരി ഒന്നിച്ച് ചേർന്ന് ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുമാതിരി പൊങ്ങി വന്നതിന് ശേഷം മറ്റേത് നമ്മൾ ഇതേമാതിരി മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ച് തന്നെ രണ്ടും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. ഞാൻ ഇവിടെ ഓരോന്നായിട്ട് മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴേ എനിക്ക് കറക്റ്റായിട്ട് അത് നല്ല ഷേപ്പിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് കൂടെ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ അടുത്ത സൈഡ് കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഇവിടെ നിന്ന് എടുക്കുന്നതാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കറക്റ്റ് അതിൻ്റെ കളറും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേമാതിരി ഉണ്ടാവും. അടുത്തത് കൂടെ ചെയ്തെടുക്കാം. ഈ സമയം നമ്മളത് തിരിച്ചത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ പഴം ഇതുമാതിരി മാവിൽ ഡിപ്പ് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കവറാവുന്ന വിധത്തിൽ തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഈ സൈഡിലേക്ക് ഇതുമാതിരി തട്ടി കൊടുക്കണം. അതിന് ശേഷം ഇവിടെ എണ്ണയിലിടുക. ഞാൻ ഇതിൽ 2 എണ്ണം ഒന്നിച്ച് ചേർക്കുന്നത് കാണിക്കാം. അതൊന്ന് പൊങ്ങി വരട്ടെ. അതിന് ശേഷം അടുത്തത് ചേർക്കാം. ഇതുമാതിരി ഡിപ്പ് ചെയ്ത് വെക്കുക. അത് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ഇതുകൂടെ ചേർക്കാം. ഇതുമാതിരി ഒരു സൈഡ് പിടിച്ചിട്ട് ഇതുമാതിരി ഞാനിതിവിടെ മറച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും ഏകദേശം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കൂടുതൽ ബ്രൗൺ കളർ ആവണമെങ്കിൽ കുറച്ച് സമയം കൂടുതൽ സമയം വെച്ചാൽ മതി. എനിക്ക് ഒരുപാട് ബ്രൗൺ അതുമാതിരി കളർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു യെല്ലോ കളറിൽ തന്നെ എടുക്കുന്നതാണ്. അതുകൂടാണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ 2 ഒന്നിച്ച് ചേർത്തപ്പോഴും അത് വിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് കാരണം ഞാൻ അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷമാണ് അടുത്തത് ഇട്ടുന്നത്. അപ്പോൾ രണ്ടും അത് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതുമാതിരി കാണിച്ചത്. അപ്പോൾ നമ്മൾക്കിത് എടുക്കാം. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പായിട്ടും ഉണ്ടാവും. ഞാൻ അപ്പോൾ പഴംപൊരിയെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഏകദേശം നല്ലൊരു അളവിൽ തന്നെ വന്നിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുമാതിരി അത് കറക്റ്റായിട്ട് പൊങ്ങി വന്നിന്. ഇതുമാതിരി നിങ്ങളും അതേ സെയിം അളവിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൂടാണ്ട് ഞാൻ പഴംപൊരി ഫ്രൈ ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഈ എഡ്ജിൽ ഈ ഒരു സൈഡിൽ മാത്രം പിടിച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇടണമെന്ന്. നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ഇതുമാതിരി ഗ്യാപ്പ് വരും. അത് നമ്മൾ അതിൻ്റെ മിഡിൽ ഭാഗത്താണ് പിടിക്കുന്നെങ്കിൽ അവിടെ ഇതുമാതിരി ഗ്യാപ്പ് വരും. അപ്പോൾ കാണാൻ നല്ല ഉണ്ടാവില്ല. അത് ഒഴിവാക്കാനാണ് ഞാൻ അതിൻ്റെ സൈഡ് ഭാഗത്ത് പിടിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറഞ്ഞത്. നാട്ടിൽ നിന്നെല്ലാം പഴംപൊരി കഴിക്കുമ്പോൾ തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നൊക്കെ പഴംപൊരി കഴിക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചറിലും ടേസ്റ്റിലെല്ലാം ഒരു വ്യത്യാസം ഉണ്ടാവും. അത് ലൈറ്റായിട്ടൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൂടാണ്ട് അത് നമ്മളെ പഴംപൊരീൻ്റെ ഉൾവശം കുറച്ചൊരു വ്യത്യാസമായിട്ടുണ്ടാവും. അത് അവരൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഈ മാവ് ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ അത് ലൈറ്റായിട്ടൊന്നും ഒരു പുളിപ്പ് ടേസ്റ്റ് വന്നതിന് ശേഷമാണ് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും വ്യത്യാസം വരുന്നത്. നമ്മൾക്കും വേണമെങ്കിൽ ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല നല്ല ഫ്രഷായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താം. നല്ലൊരു മെത്തേഡാണ്. വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കുക. ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് വിശക്കുമ്പോഴെല്ലാം പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.